യെസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഡോക്ടർ അബ്ദുൽ ഖാദർ മൗലവി, വയനാട് ജമാഅത്ത് കൗൺസിൽ മിഡിൽ ഈസ്റ്റ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. മസ്കറ്റിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ജമാഅത്ത് കൗൺസിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പ്രസ്ഥാനം കേരളത്തിലെ നഭോമണ്ഡലത്തിൽ പ്രാസ്ഥാനിക മേഖലയിൽ ഇതിനകം നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ, വിദ്യാഭ്യാസ, സാമൂഹിക, ജനസേവന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ല ധാരണയുണ്ട്. തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ട ചരിത്രമാണ് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ജമാഅത്ത് കൗൺസിൽ നേടിയെടുത്തിട്ടുള്ളത്. ജമാഅത്ത് കൗൺസിലിൻ്റെ ദേശീയ പ്രസിഡന്റ് കേരളത്തിലെത്തുകയാണ്. രജിസ്ട്രേഡ് ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന് ഈ വരുന്ന ശനിയാഴ്ച സ്വീകരണം നൽകുകയാണ്. അതോടൊപ്പം തന്നെ ജമാഅത്ത് കൗൺസിലിന് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും വളരെ വലിയ ശക്തിയും പ്രാർത്ഥനയും നടത്തിയിരുന്ന മർഹൂമ ജുബേരിയ മെമ്മോറിയൽ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. പ്രൗഢഗംഭീര പരിപാടിയാണ്. ലളിതമാണെങ്കിലും പരിപാടി വളരെയധികം വിജയിപ്പിക്കേണ്ടതും അതിൽ പങ്കെടുക്കേണ്ടതും നമ്മുടെയൊക്കെ കടമയും കർത്തവ്യവുമാണ്. സംസ്ഥാന ജില്ലാ നേതാക്കൾ നിർബന്ധമായും ആ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ആ പരിപാടി ഗംഭീരമാക്കണം. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബാലരാമപുരം അഷ്റഫ് സാറിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ആഘോഷ പരിപാടികൾ, സ്വീകരണ പരിപാടികൾ, ദേശീയ ചെയർമാൻ വെഞ്ഞാറമൂട് MS ഷാജി സാർ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി എന്തുകൊണ്ടും പ്രൗഢമാണ്. ജില്ലാ കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ മുഴുവൻ നേതാക്കളും പ്രവർത്തകന്മാരും പണ്ഡിത സുഹൃത്തുക്കളും ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും അത് ജമാഅത്ത് കൗൺസിലിൻ്റെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായി പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുമാർ അത് വിജയിക്കണമെന്നും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുകയാണ്. അത് അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. മിഡിൽ ഈസ്റ്റ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.